തിരുവനന്തപുരത്ത് സൊലസ് ഷോർട്ട് ഹോം സ്റ്റേ ആരംഭിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദീർഘകാല ചികിത്സാ ആവശ്യത്തിനും അതുപോലെ ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയാണ് ഇങ്ങനൊരു ഹോം സ്റ്റേ ഇവിടെ ആരംഭിക്കുന്നത്. ഇവർക്ക് ഇവിടെ സൗജന്യ ഭക്ഷണം, അതുപോലെ തന്നെ പാർപ്പിടം, അത്യാവശ്യ യാത്രാ സൗകര്യമൊക്കെ ഇവർ ലഭ്യമാക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൺവീനർ രാജഗോപാലൻ സാറോട് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് സാർ ഈ സൊലക്സ് എന്ന് പറഞ്ഞാൽ? ആർക്കും അങ്ങനെ അറിയില്ല ഈ ഒരു സ്ഥാപനത്തെ പറ്റി. എന്താണിത്? മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരകമായ പല അസുഖങ്ങളുമുണ്ട്. ക്യാൻസർ മാത്രമല്ല, അല്ലാതെയുള്ള പല അസുഖങ്ങളും പിടിച്ചിട്ടുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഫ്രീ ആയിട്ട് ഇവിടെ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. മാത്രമല്ല അവർക്ക് ഭക്ഷണം, താമസം, കൂടാതെ അവർക്ക് സാമ്പത്തികമായിട്ട് മരുന്ന് വാങ്ങാനുള്ള സഹായം, അങ്ങനെ നമ്മൾ അതുമാതിരി ഈ കുട്ടികൾക്ക് വേണ്ട അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ട കൗൺസിലിങ്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്? തിരുവനന്തപുരത്ത് 2019 ഈ സൊലേസ് തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് 1350 കുട്ടികളെയോളം ട്രിവാൻഡ്രത്ത് മാത്രം ഓൾ ഓവർ കേരള ഞങ്ങളൊരു 6000 കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ദീർഘകാല രോഗമുള്ള കുട്ടികളെന്ന് അവരുടെ ഫുൾ ഫാമിലിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമ്മളൊരു ഹോംലി ഫീലിംഗ് ആണ്. അവർക്ക് ഇവിടെ വന്ന് അവർക്ക് കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, അവരുടെ കുറച്ച് ആക്ടിവിറ്റീസ്. അങ്ങനെ ഇത്രയും കാലം നമുക്ക് ഇവിടെ സ്റ്റേ ഇല്ലായിരുന്നു. നമ്മൾ ഫുഡ് ആൻഡ് മെഡിസിൻ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഫുഡ് ആൻഡ് മെഡിസിനും പിന്നെ അവർ കൗൺസിലിംഗ് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു അക്കോമഡേഷൻ സെൻറ്റർ തുടങ്ങിയത്. അപ്പോൾ ഇനി ഫാമിലിക്ക് ഇവിടെ വന്ന് അവർക്ക് കുറച്ച് ദിവസം ഈ കീമോ ഒക്കെ കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം താമസിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് റെൻറ്റിന് വീടെടുത്ത് താമസിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്ന വളരെ പാവപ്പെട്ടവർ, അത് നമ്മൾ RCCയിൽ കാർഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. അതിൻ്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ളവരെ സ്ക്രീൻ ചെയ്ത് ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ ഇവിടെ എല്ലാവരും വോളണ്ടിയേഴ്സാണ്, എല്ലാവരും റിട്ടയർഡ് എംപ്ലോയീസാണ്. അവരെ സ്വന്തം ഇതിലാണ് എല്ലാവരും വന്ന് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പെയ്ഡ് സ്റ്റാഫ് 1-2 പേരേ ഉള്ളൂ, MSWക്കാർ. ബാക്കി എല്ലാവരും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഒരുവിധം നന്നായിട്ട് ഞങ്ങളുടെ സൊലൈസ് മുന്നോട്ട് പോകുന്നുണ്ട്. ആരാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? തൃശ്ശൂരാണ്. ഷീബ അമീറാണ് ഇതിൻ്റെ സ്ഥാപക. ഈ ഷീബ അമീർ എന്ന ചേച്ചിയുടെ മകള് ക്യാൻസർ വന്ന് മരിച്ചുപോയി. ആ മകൾക്ക് സുഖമില്ലാതെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരെ കണ്ട് അതിൽ നിന്നാണ് ഇങ്ങനൊരു ആശയം ഈ സൊലസ് ഉണ്ടാക്കണം എന്ന് തോന്നിയതും. ചെറുതായിട്ട് തൃശ്ശൂർ ഒരു 5-6 കുട്ടികളെ സഹായിക്കാൻ തുടങ്ങി. അതിങ്ങനെ വളർന്ന് വികസിച്ചാണ് ഇപ്പോൾ 10 ജില്ലകളിലായിട്ട്, നമുക്ക് 9 ജില്ലകളിലായിട്ട് 10 ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും സപ്പോർട്ട് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇനി നമ്മൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 27-ാം തീയതി ഈ ഷോർട്ട് സ്റ്റേ ഹോമിൻ്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഒരു കുട്ടിക്ക് പരമാവധി 2 മാസം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ പേർക്ക് കൊടുക്കണമല്ലോ. 10 കുട്ടികളിലോ 20 കുട്ടികളിലോ ലിമിറ്റ് ചെയ്യാതെ കൂടുതൽ പേർക്ക് ഈ സഹായം എത്തിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും. ഒപ്പം മറ്റുള്ളവരെല്ലാവരുടെയും സഹായം ഞങ്ങളിതിനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൊലസിനെ പലർക്കും അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ബോധവൽക്കരണ പരിപാടിയല്ല. നമുക്ക് എല്ലാ സൊലേസിൻ്റെ ബ്രാഞ്ചസിലും എല്ലാ വർഷവും 1-2 പ്രോഗ്രാംസ് നടത്താറുണ്ട്. സ്നേഹസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഗായകൻ വേണുഗോപാലിൻ്റെ മകനായിരുന്നു അതിൽ പങ്കെടുത്തതും ഒക്കെ. അങ്ങനെ നമ്മൾ അപ്പോൾ കുറേ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക എന്നും പിന്നെ നമുക്ക് കുറച്ച് ഫണ്ട്സ് കളക്ട് ചെയ്യുക എന്ന് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് മെയിനായിട്ടും ആളുകളിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് കോളേജ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ട്, ക്യാമ്പസ് കണക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എത്ര റൂംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ? ഇവിടെ 12 റൂംസ് ഉണ്ട്. അതിൽ 10 റൂംസ് അവർക്ക് താമസിക്കാനായിട്ട്, 2 റൂം ഞങ്ങളുടെ ഓഫീസിൻ്റെ ആവശ്യത്തിനായിട്ട്, പിന്നെ ഡൈനിങ് ഹാള്, ഒരു കോമൺ ഏരിയ, മുകളിലും ഒരു TV ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അത്രയൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സ് പിന്നെ RCCയിലെ ഒരു ഓങ്കോളജിസ്റ്റ്, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റായിട്ട് റിട്ടയർ ചെയ്ത ഒരു കുസുമകുമാരി മാഡം ഉണ്ട്. മാഡം ഞങ്ങളുടെ ഒരു വോളണ്ടിയറാണ്. അപ്പം മാഡം വന്നിട്ട് അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ അസുഖത്തിനെ പറ്റി വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാഡം ചെയ്യാറുണ്ട്. ഒരു ഡോക്ടറാണോ? ഒന്നേ ഉള്ളൂ, നിലവിൽ ഒന്നേ ഉള്ളൂ.
ഇപ്പോൾ ഇനി തുടങ്ങുന്നതല്ലേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ആവശ്യാനുസരണം കൂടുതൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. തുടങ്ങി കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇനി എന്ത് വേണം എന്നുള്ളത്. സോലസിൻ്റെ ഹോം സ്റ്റേയുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 12 റൂംസാണ് രോഗികൾക്കായിട്ട് ഇവിടെയുള്ളവർ ഒരുക്കിയിട്ടുള്ളത്. സമൂഹത്തിലുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ഒരുപാട് സഹായമായിരിക്കും ഈ ഒരു ഹോം സ്റ്റേ. ക്യാൻസർ ബാധിതരായ കുട്ടികൾ, അതുപോലെ തന്നെ ദീർഘനാളായിട്ട് ചികിത്സാ ചെലവിന് പണമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഒരു സഹായവുമാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.